അല്ല മാം, മിനിസ്റ്റർ അറസ്റ്റ് ഉണ്ടാവോ? ഉണ്ടാവണ്ടാണ്. നടന്നാ കിടച്ചു മാമിന. സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് മാം പുറത്തുവിട്ട സ്റ്റോറി ആണല്ലോ എല്ലാത്തിൻ്റെയും തുടക്കം. ആ റിയ ഇരിക്കെ. അതെ, ദർ ഇസ് എ ഗുഡ് ന്യൂസ് ആൻഡ് എ ബാഡ് ന്യൂസ്. എന്താ ബാഡ് ന്യൂസ്? അറസ്റ്റ് ഉണ്ടാവില്ല. മിനിസ്റ്റർ രാജൻകുറുപ്പ് ഇത്തവണ മല പൊട്ടിക്കും. അല്ല, ഗുഡ് ന്യൂസും ഉണ്ട്. TRP റേറ്റിംഗിൽ വീണ്ടും നമ്മൾ നമ്പർ 1 ആണ്. എന്നെ എന്തിനാ നോക്കി പേടിപ്പിക്കുന്നത്? ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയുന്നത് കൊണ്ടാണ് TRP റേറ്റിംഗ് കൂടുന്നത്. സോ ബി ഹാപ്പി. ഹലോ, യെസ് മാം. അതൊന്നും വേണ്ട. റിയ, ഗെറ്റ് റെഡി. NIA ഓഫീസിൽ നിന്ന് ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് മിനിസ്റ്റർ ഇപ്പം ഇറങ്ങും. ഫാസ്റ്റ്. ഹലോ, ഇത്തിയോടെ പെട്ടെന്ന് വിളിക്കാൻ പറ. PDF മന്ത്രിസഭയെ മാസങ്ങളായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ ടൂറിസം മന്ത്രി രാജൻ കുറുപ്പിനെ ചോദ്യം ചെയ്യാനാണ് NIA ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. മാധ്യമങ്ങളോടൊന്നും അറിയിക്കാതെ മന്ത്രി രാജൻ കുറുപ്പ് തന്റെ സ്വകാര്യ വാഹനത്തിലാണ് അതിരാവിലെ തന്നെ വിവാദമായ സ്വർണ്ണക്കടത്ത് കേസിൽ താങ്കൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ സാർ? മാധ്യമങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ട താങ്കളുടെ കുറ്റസമ്മതമായി കരുതാമോ? ഞാൻ എന്നാണ് നിങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിട്ടുള്ളത്? കഴിഞ്ഞ 10-36 വർഷമായിട്ട് ഞാനിവിടെ പൊതുപ്രവർത്തകനായിട്ടും MLA ആയിട്ടും മന്ത്രിയായിട്ടും നിങ്ങളെ കൂടെ തന്നെ ഉണ്ടല്ലോ. നിങ്ങളെല്ലാം ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞോണ്ട് തന്നെ. ഇതിപ്പോ എന്റെ തീരുമാനമല്ല, എന്റെ കർശനമായ നിർദ്ദേശമാണ്. അകത്ത് നടന്നൊന്നും പുറത്താരോടും ഷെയർ ചെയ്യരുത്. അതല്ലല്ലോ സാർ, ഇത്രയും വിവാദമായ സ്വർണ്ണക്കടത്ത് കേസിനെ പറ്റി ഈ പൊതുസമൂഹം അറിഞ്ഞിരിക്കണ്ടേ? ഞാൻ മറച്ചു വെക്കുന്നതല്ല. ഒന്നാമത് നിങ്ങൾ വിചാരിക്കണ മാതിരി ഇന്നെ വിളിപ്പിച്ചത് ചോദ്യം ചെയ്യാനല്ല, ഈ സ്വർണ്ണ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റെ മൊയ്യെടുക്കാനാണ്. അല്ലാതെ നിങ്ങൾ മാധ്യമങ്ങൾ വിചാരിക്കുന്ന പോലെ ഇന്നെ ഇതിൽ പ്രതി ചേർക്കുകയോ ഈ കേസിൽ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം എടുക്കുകയോ ചെയ്തിട്ടില്ല. സാർ, ഒരു ചോദ്യം കൂടി. എനിക്ക് നല്ല ക്ഷീണുണ്ട്. നമുക്ക് പിന്നെ കാണാന്ന്. ഞാൻ ഇടണ്ടല്ലോ. ബാക്കിയുള്ള വിവരങ്ങൾ കൂടി അറിയണ്ടേ സാർ? വേഗം കേറി ചെല്ലില്ലേ. CM രാജനാന്ന്. നിങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്ന ഓരോ തോന്നിയാസങ്ങൾക്ക് മറുപടി പറയലല്ല എനിക്കിവിടെ ജോലി. വഴിവിട്ടൊരു സഹായം എന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന വല്ല വിചാരവും മനസ്സിലുണ്ടെങ്കിൽ രാജാ അത് മറന്നേക്ക്. CM ഞാനൊന്നും അറിഞ്ഞോ. എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയാൻ വരുന്നെങ്കിൽ രാജാ, ഞാൻ ഈ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല പോലീസ് മന്ത്രി കൂടിയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 24 മണിക്കൂർ സമയം ഞാൻ തരും. ഒന്നുകിൽ താനായിട്ടുണ്ടാക്കിയ പ്രശ്നം താൻ തന്നെ തീർക്കുക, ഇല്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകുക. എനിക്ക് വേറെ ഒന്നും പറയാൻ. ഞാനൊന്ന് പറഞ്ഞു. ഹലോ, നമസ്കാരം. എന്റെ ലോക്കൽ സപ്പോർട്ടിംഗ് ഓഫീസറായിട്ട് എന്നെ നിയമിച്ചത് അവിടെ എന്തെങ്കിലുമൊക്കെ ചോർത്തി കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഇതിപ്പോ ഒരു പ്രയോജനം ഇല്ലാണ്ടായി പോയില്ലടോ. അത് പറയാനാണ് സാർ ഞാനിപ്പോൾ വന്നത്. നാളെ രാവിലെ 11 മണിക്ക് സാറിൻ്റെ അറസ്റ്റ് ഉണ്ടാവും. രണ്ടു ദിവസം കൊച്ചു വിട്ട് പോകരുതെന്ന് സാറിനോട് പറഞ്ഞത് അതിനുവേണ്ടിയാ. CM ഒന്ന് വിളിച്ചാലോ? താൻ കേട്ടല്ലേ, ആടുന്ന് ഇനി ഒരു സഹായവും പ്രതീക്ഷിക്കണ്ട. അതൊരു അടഞ്ഞ വാതില. പിന്നെ എന്ത് ചെയ്യും? അപ്പൊ നമ്മളേൽ ഇനി അധികം സമയം ഇല്ല അല്ലേടോ? സർ, ഇവിടെ ഇരിക്കുന്ന ഗോൾഡ് നാളെ NIA വരുന്നതിന് മുമ്പേ നമുക്ക് എങ്ങോട്ടെങ്കിലും മാറ്റണ്ടേ? അത് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ആരാ നമ്മളെ കൂട്ടത്തിലുള്ളത്? സാറ് വിഷമിക്കണ്ട, അതിന് പറ്റിയ ഒരാൾ നമ്മളിലുണ്ട്. മോനെ, ദോശ വേണം? വേണ്ട ചേച്ചി. ഹലോ ഹലോ മിസ്റ്റർ ജോർജി, എവിടെയാണ്? അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? പേണങ്ങല്ലടാ മുത്തേ. എടാ, ഇതിപ്പോ ഒരു ഒഫീഷ്യൽ ട്രിപ്പായി പോയില്ലേ? അല്ലെങ്കിൽ നീ ഇല്ല ഞാൻ ഒറ്റയ്ക്ക് പോവോ? ഓ പിന്നെ 10-3 തൊട്ടി നിനക്കല്ലേ ഒഫീഷ്യൽ ട്രിപ്പ്. നീ ഇതൊക്കെ അയ്യപ്പനോട് പോയി പറ, അവള് വിശ്വസിക്കും. നിന്റെ അടുത്ത് ആരും ഇല്ലല്ലോ. നീ ഇപ്പൊ എവിടെയാ?
ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. തട്ടാണോ കുട്ടാ? നീ 9 മണിക്കല്ലേ ഇറങ്ങുന്നത്? അതിന് മുമ്പ് ഞാനങ്ങ് എത്തിക്കോളാം. വെച്ചോ. ബ്രോ മെരി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹലോ ഹലോ, ഊബറിൽ നിന്നായിരുന്നേ. എവിടെയാ ഉള്ളേ? ന്യൂക്ലിയസ് മോൾ, ആ, ഡ്രോപ്പ് എവിടെയാ? വാഴക്കാല. ശരി, ഇതാ വരുന്നേ, 5 മിനിറ്റ്. Merry Christmas. Thank you. ഗുഡ് ഈവനിങ് മാഡം. ആമിനയല്ലേ? അതെ. വാഴക്കാലല്ലേ? സ്വർണ്ണക്കടത്ത് കേസിൽ NIA ചോദ്യം ചെയ്യലിനു ശേഷം മന്ത്രി രാജൻ കുറുപ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. 43 ദിവസമായി തുടരുന്ന സ്വർണ്ണക്കടത്ത് കേസിന്റെ കുറ്റപത്രം ഉടൻ തന്നെ ഞങ്ങളെ വിട്ടിട്ട് പോരെ. ഈ ന്യൂസ് ഒക്കെ കാണുന്നത്. മാഡം, ഞാൻ ന്യൂസ് കണ്ടോന്നല്ല, ന്യൂസ് വായിക്കുന്ന ആളെ കാണാനായിട്ട്. എങ്ങനെയുണ്ട്? സ്മാർട്ട് അല്ലേ? ഭരണപക്ഷം മാത്രമല്ല ആഹാ, കൊള്ളാലോ. ന്യൂസ് റീഡറെ വായി നോക്കുന്ന ഒരാളെ ലൈഫിൽ ആദ്യമായിട്ടാ കാണുന്നത്. ഉമ്മച്ചി, ഈ വായ നോക്കാന്ന് പറഞ്ഞെന്താ? മോളുടെ പേരെന്താ? എന്റെ പേര് പ്രിയ, ഉമ്മച്ചിയുടെ പേര് ആമി. ഓക്കേ. ആ മാഷെ, പോകുന്ന വഴി ഏതെങ്കിലും നല്ല ബേക്കറിയിൽ ഒന്ന് നിർത്തണേ. നാളെ എന്റെ ഹാപ്പി ബർത്ത്ഡേ അങ്കിളെ. ആണോ? അപ്പൊ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ മാഷെ? ഓ, എനിക്കൊരു കേക്ക് വാങ്ങി തരുമോ? ഇവളെയും കൊണ്ട് കടയിൽ ഇറങ്ങിയ കട മൊത്തം വാങ്ങേണ്ടി വരും. 1 കിലോ വരെ. ആ മതി. 4235. മാഡം, പിൻ നമ്പർ ഒന്നും ഇങ്ങനെ പരിചയമില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. തന്നെ കാണാൻ ഒരു കൊള്ളക്കാരന്റെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും തനിക്ക് കൊള്ളയടിക്കാനുള്ള മുതലൊന്നും ആ കാർഡിലില്ലടോ. ശരി ശരി. ബ്രോ എന്താണ് എന്താണ് എൻ്റെ അടുത്ത് പറയാം? പറഞ്ഞു. ഈ കുട്ടികളുടെ ബർത്ത്ഡേക്ക് പറ്റിയ ഒരു കേക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്ക് കൊടുക്കാൻ ഒരു കേക്കുകളാണ് ഇരിക്കണ എല്ലാം തന്നെ. ഏതൊക്കെയുള്ളത്? ഇപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ്, ഗാട്രസ്, മോക്ക ഫ്രോസ്റ്റിംഗ്, മാംഗോ മാരിംഗേസ്, ചെറി ചീസ് സാറ്റോ, വാൻചോ ക്രീമി, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. സാധാരണക്കാർക്ക് പറ്റിയ കേക്ക് ഒന്നുമില്ലേ? സാധാരണക്കാരനല്ലേ? അതെ, സാധാരണക്കാർക്ക് എല്ലാവർക്കും മനസ്സിലുള്ള സാധനമുണ്ട്. ഈ വാനിലയും ചോക്ലേറ്റും കൂടി ഒരു മിക്സിംഗ് കോമ്പോ നമ്മുടെ ഹൈലൈറ്റ് സാധനം. പടച്ചാല കിട്ടില്ലോസ്കി ഐറ്റം. പേര് വാൻചോ ക്രീമിയാ. വില എഴുതാൻ കുറിക്കാമല്ലോ ഇതിനകത്ത്. ഹാപ്പി ബർത്ത്ഡേ പ്രിയ. പ്രിയ പ്രിയ. ഇതിപ്പോ ഒരു മിനിറ്റ്. ഓ, അയ്യപ്പാ എവിടെയാണ്? ഞാൻ ഒതുക്കിയടാ. ഓട്ടവും ഷോക്കായിരുന്നു. പിന്നെ മുതലാളി പോണേന്റെ ഒരു സങ്കടം ഉണ്ടല്ലോ. അവൻ പോകുന്നതിന് നിനക്കെന്തൊരു സങ്കടം? പിന്നെ മുതലാളി ഒറ്റയ്ക്ക് ഗോവയ്ക്ക് പോയി സൂയിക്കാൻ പോവല്ലേ, അതിന്റെ വിഷമതി ഞാനപ്പ തന്നെ സൈഡാക്കി. ഏത് വിവരത്തിന് മുമ്പിലാ? കടവന്ത്ര, നിനക്കെങ്ങനെ മനസ്സിലായി? ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഉടായ്പാണ് നിന്റെ മുതലാളി. ആ മുതലാളിയുടെ അടിമയായ നീ എന്ത് തരം ഉടായ്പാണെന്ന് മനസ്സിലാക്കാൻ അത്ര അധികം ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. എടാ, നാളെ ക്രിസ്മസ് അല്ലേ, ബീവറേജ് അവധി അറിയാലോ. ഇന്ന് സാധനം മേടിച്ചു വെച്ചില്ലെങ്കിലേ നാളെ മേപ്പോട്ട് നോക്കിയിരിക്കേണ്ടി വരും. അത് ശരിയാണല്ലോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, എനിക്ക് കൊണ്ട് എടുത്തോ. എന്തായാലും ട്രിപ്പ് ഒന്നടിക്കുന്ന കാശല്ലേ? ആ ശരി. ഓ പുല്ല് വിളിക്കണ്ടായിരുന്നു. ഒന്ന് വേഗം നടക്കന്റെ മുനികുമാര. മെരി ക്രിസ്മസ് ബ്രോ. ഓക്കെ ബ്രോ. സർ 900. ആ സോറി സർ, സ്വൈപ്പിംഗ് മെഷീൻ കംപ്ലൈന്റ് ആണല്ലോ. അയ്യോ, ആ ഇതിനെത്രേ? അത് 120. ആ, അപ്പോൾ ബാക്കി ഒരു ടിപ്പായിട്ട് വെച്ചോട്ടോ. മെരി ക്രിസ്മസ്. ഓക്കെ, താങ്ക് യു സർ. അധികം ലേറ്റ് ആവല്ലേ, എത്തിയിട്ട് വിളിക്കാം. മൊബൈലിൽ ചാർജ് കുറവാ. മാഡം ശരി എന്നാ, താങ്ക് യു. അവിടെ 900 രൂപയായേ. കാർഡ് എടുക്കുന്നുണ്ടായിരുന്നില്ല. അയ്യോ, പിന്നെന്ത് ചെയ്തു? അത് കുഴപ്പമില്ല, ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം മാഡം അതും കൂടെ ചേർത്ത് ഗൂഗിൾ പേ ചെയ്താൽ മതി. ബുദ്ധിമുട്ടായോ? ഏയ് കുഴപ്പമില്ല, നമ്മുടെ ബ്രേക്കുട്ടിക്ക് വേണ്ടി. ഇപ്പോഴത്തെ ഓരോ കേക്കുകളുടെ പേരേ മാഡം കേട്ടാ പേടിച്ചു. ഇപ്പം ഇത് തന്നെ വാൻചോ ക്രീമി.
അങ്ങനെ എന്തോ സംഭവം നമ്മുടെ വാനിലയും ചോക്ലേറ്റും മിക്സ് അത്രേ ഉള്ളൂ. വാനില എന്റെ ഫേവറേറ്റാ. അത് പിന്നെ എനിക്കറിയത്തില്ലേ പ്രിയക്കുട്ടിയുടെ ഫേവറേറ്റ് എന്താന്ന്. അതുകൊണ്ടാണല്ലോ ഞാൻ മേടിച്ചത്. ഇയാളുടെ പേരെന്താ? ജോർജ് എന്നാ മാഡം. എത്ര പേര് പഠിച്ചു? ഒരുപാടൊന്നും പഠിച്ചിട്ടില്ല. ഒരു ഡിഗ്രി ചെയ്തായിരുന്നു, പക്ഷെ കുറച്ച് ലേറ്റ് ആയിട്ടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് കയറി കുറച്ച് നാള്. നമ്മുടെ സ്വഭാവമായിട്ട് ഒട്ട് സെറ്റ് ആവാഞ്ഞോണ്ടേ ഞാൻ പിന്നെ ഇന്ത്യക്ക് പുറത്തു പോയിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ജോർജി, ഈ ജോലി എന്നൊക്കെ പറയുമ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ സ്വഭാവത്തിന് പറ്റിയ ജോലി ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ കിട്ടുന്ന ജോലിക്ക് അനുസരിച്ച് നമ്മുടെ സ്വഭാവം മാറ്റണം. മാഡം ഫിലോസഫിയാണോ പഠിച്ചത്? വാങ്ങി തന്നേക്ക് മാഡം. സൂപ്പർ വീടാണല്ലോ. വാടക വീടാണോ? ജോർജി, തന്റെ നമ്പർ ഒന്ന് തന്നെ, ഗൂഗിൾ പേ ചെയ്യാനാ. 9656567013. ശരി, ട്രാൻസ്ഫർ ചെയ്തേക്കാം. പിന്നെ മാഡം ഇത് മോക്ക് കൊടുത്തേക്കേ. ഉറങ്ങിപ്പോയില്ലേ? ഓ, ഞാൻ കൊടുത്തേക്കാം. ഓക്കെ. പിന്നെ താങ്ക്സ് ഫോർ എവറിത്തിങ്. ഒന്നും കുഴപ്പമില്ല, ഒരു 5 സ്റ്റാർ ഇട്ടേക്ക്. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വരുന്നേ മാഡം, ഒരു 5 മിനിറ്റ്. ചാടിച്ചാവാൻ വേറെ വണ്ടിയൊന്നും കിട്ടിയില്ലേ ചേച്ചി? ഒരൊറ്റ അടിയൊന്നും ഉണ്ടല്ലോ. സോറി. പോസ്റ്റ് ആക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടേ. ഞാൻ എത്ര വട്ടം പറഞ്ഞു അപ്പം വീട്ടിൽ ഒറ്റയ്ക്കാന്ന്. ഇപ്പൊ തന്നെ 4 വട്ടം വിളിച്ചു. എടി, അതിനൊരു ഐഡിയ ഉണ്ട്. നമുക്ക് നിന്റെ അപ്പനെ രണ്ടാമത് കെട്ടിക്കാം. അതാകുമ്പോ നിന്റെ ടെൻഷനും മാറും. അങ്ങനെ സാറേ എന്തായി ഗൾഫിൽ പോണ കാര്യമൊക്കെ? ഓ, അതൊന്നും ആയില്ല സാറേ ഇതുവരെ. നിങ്ങളുടെ ഓഫീസിൽ എനിക്ക് ജോലി വല്ലതും കിട്ടുമോ? ബെസ്റ്റ്. എന്റെ പൊന്നു ജോർജി, ഈ ചാനലിലെ പണിയൊക്കെ നിങ്ങളെപ്പോലുള്ള അയ്യോഭാവങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അതൊക്കെ റിയെ പോലെ നല്ല ഹൈബ്രിഡ് ജനിസപ്പെട്ട പെൺകുട്ടികൾക്കുള്ളതാ. എനിക്കറിയാം സാറേ, ഞാൻ വെറുതെ ചോദിച്ചത്. നാളെ എന്നെയും എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. സ്പൈ ന്യൂസാ, നേരത്തെ അങ്ങ് എത്തിയേക്കണം. മന്ത്രി രാജൻ കുറുപ്പിനെ കണ്ടാമൃതത്തിന്റെ തൊലിക്കെട്ടിയാ. രാജ് സാറി അടുത്തൊന്നും പ്രതീക്ഷിക്കണ്ട. മോൻ എപ്പോഴാ വന്നേ ഉള്ളെങ്കിലേ ജലീലിക്ക വിളിച്ചായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ ഈ രാത്രി എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണ്. എന്താ ഇത്? നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയാ പോരെ? ഇത് പണി വേറെയാ ബാലു. എന്നെ നാളെ സാറിനെ അറസ്റ്റ് ചെയ്യും. ഇതിപ്പോ പണി കേന്ദ്രത്തിൽ നിന്ന് മാത്രമല്ല, ഇവിടെയും ഉണ്ടല്ലോ കുലകുത്തികൾ. നമ്മുടെ ഈ പ്രസ്ഥാനം അങ്ങോട്ട് ഇല്ലാണ്ടാവും. അനക്ക് അതോർക്കുമ്പോഴാ വിഷമം. എൻ്റെ അച്ഛനായിട്ടുണ്ടാക്കിയ പാർട്ടിയാ, അറിയാല്ല. പിന്നെ 10-36 കൊല്ലത്തെ എൻ്റെ അധ്വാനം എല്ലാം ഈ ഒറ്റ രാത്രി കൊണ്ട് കഴിയും. അങ്ങനെ ഒന്നും വരില്ലെന്നേ. ഇവിടെ എല്ലാവർക്കും അങ്കിളിനെ വേണം. അങ്കിളി ചെയ്തതൊന്നും അങ്കിളിന് വേണ്ടി മാത്രമൊന്നുമല്ലല്ലോ. പങ്ക് എല്ലാവർക്കും കൊടുത്തല്ലേ. അതൊന്നും ഒരുപക്ഷെ കണക്കിൽ വരില്ല ബാലു. നമ്മൾ ഈ മുന്നണിയിലെ ചെറിയൊരു പാർട്ടി മാത്രമാ. ഇനിയിപ്പോ സാറ് വീണ നമ്മളെ പാർട്ടിയിൽ നിന്നും മറ്റൊരാൾ മന്ത്രിയാവും. അല്ല, അങ്ങനെ ചിന്തിക്കുന്നവരാ കൂടുതലും. പോട്ടെ ജലീലേ, എല്ലാ പ്രസ്ഥാനത്തിനും ഉണ്ടടോ ഒരു ഒടുക്കം. എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ ജലീലിക്ക. അങ്ങനെ ഇത്രയും വീക്കായിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. നമ്മളെ അഡ്വക്കേറ്റ് ഇഷ്ടമുള്ള ഇപ്പോൾ വരും, ആലോചിക്കാം. പക്ഷേ അതിനേക്കാൾ എമർജൻസിയുള്ള മറ്റൊരു കാര്യമുണ്ട് ബാലു. കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് മാറ്റണം. ഗോൾഡോ? എന്നെ ഈ നാളെ ഇവിടെ കയറി ഉഴുതുമറിക്കും. സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്ന അപകടമാ. എത്രയുണ്ട്? 18 കിലോ. എങ്ങോട്ട് മാറ്റും? നമുക്ക് തൃശ്ശൂർ എത്തിക്കണം. തൃശ്ശൂർ എത്തിച്ചാൽ അവിടെ മുനീറുണ്ട്, സേഫാ. പക്ഷെ ഇത് ആര് കൊണ്ടുപോകുന്ന? നമുക്ക് റെജിയുടെ കൊടുത്തുവിട്ടാലോ? കാശ് കൊടുത്ത് റെജി കൊണ്ടുപോകും. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ റിസ്ക് അല്ലേ? അതെ, സാറിന്റെ അറസ്റ്റ് ക്യാമ്പ് മുഴുവൻ ലീക്കായിട്ടുണ്ട്. ഒരുത്തരും വിശ്വസിക്കാൻ കൊള്ളില്ല. കപ്പൽ മുങ്ങുകയാണെന്ന് അറിഞ്ഞ അപ്പ കൈ കിട്ടുന്നിടത്തോട് രക്ഷപ്പെടും. അപ്പൊ പിന്നെ നമ്മളെന്ത് ചെയ്യും? പ്രസ്ഥാനത്തിനോട് കൂറും സാറിനോട് വിശ്വസതയും ഉള്ള ഒരാൾ തന്നെ വേണം. സാറ് സമ്മതിക്കില്ല. ഇല്ലെങ്കിൽ ബാലു തന്നെ പോയാൽ മതിയായിരുന്നു. അങ്കിളിനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? എന്തു കുഴപ്പമാ ബാലു? കുഴപ്പമുള്ള കാര്യത്തിന് ഞാൻ പറഞ്ഞു വിടുവോ?
കേരള പോലീസ് ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെയാ. ആ പിന്നെ പോകുമ്പോ പറവൂർ വഴി പോയാൽ മതി. എടാ ജോർജി, നീ കേക്കാണോ ടച്ചിങ്സിന് അടിച്ചേക്കണേ? വെറൈറ്റി ആണല്ലോ. കേക്കോ? ആ അയ്യോ, അത് മറന്നുപോയല്ലോ. അതിനെന്താ, ഞാൻ മറക്കാതെ എടുത്തല്ലോ. ബർത്ത്ഡേക്ക് അല്ലാണ്ട് കർക്കിടക അവൻ ആരെയും കേക്ക് മേടിക്കോ? ഇതില് പി എന്തിയടി? പി വേണമായിരുന്നാ? ആ പി വേണമായിരുന്നു. അത് എന്തിയെന്ന്? പി അല്ലേ ഞാൻ തൊട്ടുനക്കി. ഹാപ്പി ബർത്ത്ഡേ. അയ്യോ, എന്താടാ ഇന്ന് 24-ാം തീയതി അല്ലേ? അതെ, 24-ാം തീയതിക്ക് എന്താ പ്രശ്നം? നാളെ അവളുടെ ബർത്ത്ഡേ അല്ലേ? ആരുടെ? പ്രിയയുടെ. അതിനെന്താ നീ കേക്ക് മേടിച്ചിട്ടില്ലേ? ഇത് അവളുടെ കേക്ക് അല്ലെന്ന്. അവളുടെ അല്ലേ? ഹാപ്പി ബർത്ത്ഡേ റിയ. കറക്റ്റ് ആണല്ലോ, കറക്റ്റ് ആണല്ലോ. റിയ കറക്റ്റ് ആണല്ലോ. ആണല്ലോ. എന്താടാ? ഒന്നുമില്ല, എല്ലാം സെറ്റാണ്. എന്താ വേണ്ടേ? ഞാൻ മറന്നുപോയെന്ന് വിചാരിച്ചല്ലേ? ഒന്ന് പോടാ, നമ്പർ ഇറക്കാണ്ട്. എടി ശരിക്കും ഞാൻ ഒരു സർപ്രൈസിന് വേണ്ടിട്ട് അങ്ങനെ. നീ കാരക്കോട് ജേക്കബിന്റെ മോൻ ജോർജ് തന്നെയല്ലേ? വിശ്വസിച്ചുട്ടോ. എടി നീ പാതിരാത്രി എന്റെ അപ്പനെ വിളിക്കാതെ നീ ആ ബാൽക്കണി ഡോറും തുറന്നേ. ആ വരുന്നു. എടി 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 എന്റെ പുറം ചൊറിഞ്ഞു തന്നെ. എന്താ? അതൊക്കെ പിന്നടയ്ക്ക, ഒന്ന് ചൊറിഞ്ഞു തന്നെ. എന്റെ മാവ് മുഴുവൻ ഉറുമ്പ. എന്താ വെച്ച്? മാതങ്ങട്ട് അടങ്ങി നിക്ക്. നിന്റെ അപ്പനാണോടി ആ മാവെ മുഴുവൻ ഉറുമ്പിനെ കൊണ്ടിട്ടേക്കുന്നത്? നിനക്ക് ഇത് തന്നെ വേണം. മര്യാദയ്ക്ക് എന്നെ കെട്ടിരുന്നെങ്കിൽ മുന്നത്തെ വാതിൽ കൂടെ വരാറുന്നല്ലോ. ഉറുമ്പടിയാണ് നിന്റെ വീട്. ആ ഷർട്ടിങ് ഊര്, ഞാൻ ക്രീം തേച്ചുതരാം. അല്ല കുഴപ്പമില്ല, പോയി. ഷർട്ട് ഊര്. അല്ല പ്രശ്നമില്ലെന്നേ. കുളിച്ചിട്ട് നിൽക്കണം ആണെങ്കി ഹാപ്പി ബർത്ത്ഡേ. ഓ വേണ്ട വേണ്ട. അതെ, നീ എന്നാണോ ഫ്രണ്ട് ഡോർ കൂടെ വരുന്നേ അപ്പോഴേ ഉള്ളൂ ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. എടി അതല്ല ഞാൻ പറഞ്ഞേ, നമ്മുടെ ആ ഡ്രൈവ് ഇല്ലേ, അത് പിടിച്ചാലോന്ന്. ശരിക്കും? ആ ഒരു നൈറ്റ് ഡ്രൈവ്. എന്നിട്ട് 12 മണിക്ക് നമ്മൾ എവിടെയാണോ എത്തുന്നത് അവിടെ ഒരു കേക്ക് കട്ട് ചെയ്യാം. കാര്യമായിട്ടും? സീരിയസ് ആയിട്ട്. എന്നാ 2 മിനിറ്റ്, ഞാൻ പോയി റെഡി ആയിട്ട് വരാം. റെഡിയാവോ? എന്താ റെഡിയാവണ്ടേ? ഞാൻ റെഡി ആയിക്കോളാം. ഞാൻ പ്രശ്നമില്ല, എനിക്ക് സമയം. നീ ഇവിടെ നിന്നാലേ പോക്ക് നടക്കൂല. അവിടെ ഉറുമ്പാണ്, പ്ലീസ്. അന്നാ ഇതിലെ പോ. നിന്റെ അതെ, അപ്പം താഴെ ഉറങ്ങുന്നുണ്ടാവും, നീ മിണ്ടാണ്ട് പൊയ്ക്കോ. ഞാൻ ഇവിടെ വന്നാ പോരെ? പോ. जिंदगी एक सफर है सुहाना, हम कल किसने जाना. जिंदगी एक सफर है सुहाना, जहाँ कल क्या होगा. I'll shoot you one day. Zindagi ek safar, I'll shoot you one day. എന്താ?
നിന്റെ അപ്പം നമ്മുടെ പ്രാഞ്ചികളിലൂടെ ആയിപ്പാണല്ലോ. എന്ത് പുള്ളി കോട്ട കിട്ടുന്ന സാധനമൊക്കെ ബ്ലാക്കിൽ വിട്ടിട്ട് ഏതോ മാട്ട സാധനം അടിച്ചോണ്ടിരിക്കാൻ തോന്നുന്നു. ഒന്ന് പോയേ. സോറി നീ കുടിച്ചിട്ടുണ്ടോ? ചെറുതൊരെണ്ണം നിന്റെ അപ്പനെ ഒഴിച്ചു വെച്ചത്. അതെ കീങ് തന്നെ എന്തിന്? ഞാൻ എടുത്തോളാം. കുഴപ്പമില്ലെന്ന്. കീ താ. എങ്ങോട്ടാ രണ്ടും കൂടെ? ഒന്നുമില്ല സാറേ, ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാ. ബുക്കും പേപ്പർ എടുത്തോണ്ട് ജീപ്പിന്റെ അടുത്തോട്ട് ചെല്ല്. സി എസ് ആറോടൊപ്പം ഉണ്ട്. എന്താ സാറേ, സി എസ് ആറിന് നടക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? എന്താ? അല്ല, സി എസ് ആറിന് ഇങ്ങോട്ട് വരാൻ പറ്റില്ലെന്ന് ചോദിച്ചതാ. സാറേ ഞാൻ പോവാം ബുക്കും പേപ്പറുമായിട്ട്. അത് വേണ്ട വേണ്ട വേണ്ട, വണ്ടി ഓടിച്ച ആള് തന്നെ അങ്ങ് പോയാൽ മതി. ബുദ്ധിമുട്ടാവല്ലോ സാറേ. ഡി ജി പിയുടെ ഓർഡർ ഒന്നും സാർ കാണാറില്ലേ? യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചുള്ള ചെക്കിംഗ് ഒന്നും പാടില്ലാന്ന്. എന്താണ് അവിടെ സാർ? സാറേ, ഇവിടെ ഡി ജി പിയുടെ ഓർഡർ ഒരു മാഡം വന്ന് നിയമം പഠിപ്പിക്കുക. സാറ് തന്നെ ഇവിടെ വന്ന് മാഡത്തിന്റെ ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്യണമെന്ന്. മാഡം ആയിരുന്നോ? പ്രദീപിന് ആളെ മനസ്സിലായില്ലേ? ചാനലിലെ വലിയ മാഡോ. മാഡം ഒന്ന് ഇറങ്ങിക്കേ, ഞങ്ങൾക്ക് വണ്ടി ഒന്ന് സെർച്ച് ചെയ്യണം. എന്തിനാ സാറേ? അത് യാത്രക്കാരോട് പറയാൻ പറ്റില്ല. ഇതും ഡി ജി പിയുടെ ഓർഡറാ. ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ. പ്രദീപേ, വണ്ടി സെർച്ച് ചെയ്യ്. സർ. സാറാരാ? ബ്രദറാ? അല്ല, ഫ്രണ്ടാ. ഓ, ഫ്രണ്ടാണോ? പ്രദീപേ, ആ ഫ്രണ്ടും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത്. സർ. ഫ്രണ്ടും കൂടെ പാതിരാത്രിക്ക് ഇത് എങ്ങോട്ടാ? സാറേ, ഞങ്ങൾ വെറുതെ ഒരു നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയതാ. ഇതിനകത്തൊന്നുമില്ല സാർ. ആ എടാ, ഈ പെമ്പിള്ളാരെ കൊണ്ട് അസമയത്ത് പുറത്തിറങ്ങാതെ പകല് വല്ലതും പൊയ്ക്കൂടെ? ആ എന്താ സാറേ, പെമ്പിളർക്ക് ഈ സമയത്ത് ഇറങ്ങാൻ പാടുന്ന വല്ല റൂൾ വല്ലതും ഉണ്ടോ? അതിങ്ങടുത്ത് മാഡം ഒന്ന് ഒതുക്കേ. സാറിന്റെ പ്രശ്നം എന്താ? ഒരു പ്രശ്നവുമില്ല. ഇത് വണ്ടി ഓടിച്ച ആൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ഒരു ഡിവൈസാ. കണ്ടിട്ടില്ലേ? ഊതിയിട്ട് പോയാൽ മതി. മര്യാദ കുതിരി. സാർ കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. ഈ എടിപൊടി ഒന്നും വിളിക്കാനൊന്നും പറ്റില്ല. സാറേ വിട്ടേക്ക് സാറേ, പ്ലീസ്. പ്രിയ അതങ്ങ് ഊതി വിട്, പ്രശ്നം തീർന്നില്ലേ? ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. വിളിച്ചോളൂ, പോടാ. നിന്നേ. ഇതാരുടെ വണ്ടിയാണ്? എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാ സാറേ, ഞാനാ ഓടിക്കാറ്. ഇത് ടാക്സി അല്ലേ? നിനക്ക് ബാഡ്ജ് ഉണ്ടോ? ഉണ്ട് സാർ. മാഡത്തിനോ? ഇല്ല. ബാഡ്ജ് ഇല്ലാതെ ടാക്സി ഓടിച്ചതിൻ്റെ പേരിൽ ഈ വണ്ടി ഞങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുക. നാളെ രാവിലെ RC ഓണറായിട്ട് സ്റ്റേഷനിലേക്ക് വാ, അപ്പോൾ നോക്കാം. അല്ല സാറേ, ഈ വണ്ടി ഇത് സാർ ഇവിടെ നിന്ന് കൊണ്ടുപോയില്ല. എങ്ങനെ? ഈ വണ്ടി സാർ ഇവിടെ നിന്ന് കൊണ്ടുപോയില്ല എന്ന്. അത് ഞാൻ തീരുമാനിച്ചോളാം. പ്രശ്നം ഒന്ന് ചുമ്മാ ഇരിക്കും ജോർജ്. അങ്ങനെ സാർ തോന്നിയ പോലെ തീരുമാനിക്കാനൊന്നും പറ്റില്ല. സാർ പത്രം വായിക്കാത്തതിൻ്റെ കുഴപ്പമായിരിക്കും. സുപ്രീം കോടതിയിൽ ഓർഡർ ഉണ്ട്. 2017 ജൂലൈ തൊട്ട് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ്, അതായത് ഇതുപോലുള്ള വണ്ടികൾ ഓടിക്കാൻ ടാക്സി ബാഡ്ജിൻ്റെ ആവശ്യമില്ല. നോർമൽ ലൈസൻസ് മതി. അതെനിക്കുണ്ട്. സാറിന് ആ നിയമം അറിയില്ല എന്നുണ്ടെങ്കിൽ RTOനെ വിളിച്ചൊന്ന് ചോദിക്കേ. ചുമ്മാ വിളിച്ചു ചോദിക്കും സാറേ, നമുക്കറിയാലോ. സാർ വിട്ടേക്ക് സാർ, പുലിവാലാകും. ഇവര് പറഞ്ഞ ശരിയാ, അങ്ങനെ ഉത്തരവുണ്ട്. സാർ ദേ, എല്ലാവരും മൊബൈൽ വീഡിയോ എടുക്കുന്നുണ്ട്. സാറേ, മാഡത്തെ വിളിച്ചോണ്ട് പോ, വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ല. അങ്ങനെ പോകാനൊന്നും പറ്റുന്നില്ല. സാർ ഒരു പെങ്കൊച്ചിനെ ഇത്ര നേരം നിർത്തി ബുദ്ധിമുട്ടിച്ചല്ലേ? സാർ സോറി പറഞ്ഞിട്ട് പോയാൽ മതി. എൻ്റെ പൊന്നെ, ഞാൻ പറയാം സോറി, നീ കയറി പോവാം. സാറേ സോറി സാറേ, ഒന്നും തോന്നല്ലേ, സോറി. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് മാഡം എൻ്റെ സോറി കേട്ടിട്ട് പോയാൽ മതി. സോറി മാഡം.
നിനക്ക് എന്തിന്റെ കേടായിരുന്നു റിയേ? പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കല്ലെന്ന്. ജോജി നീ എന്തിനാ എൻ്റെ അടുത്ത് ചൂടാണ്? അയാളുടെ ആറ്റിറ്റ്യൂഡ് നീയും കണ്ടല്ലേ? എടി അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്ത് വേണമല്ലോ ആയിക്കോട്ടെ. നീ ചുമ്മാ പബ്ലിക്കായിട്ടൊരു സ്ഥലത്ത് കിടന്ന് സീൻ ഉണ്ടാക്കുന്ന ആരെങ്കിലും എടുത്ത് യൂട്യൂബിൽ കൊണ്ടിട്ടാല് അങ്ങനെ പെമ്പിള്ളേരെ കുറച്ചൊക്കെ വകതിരും ഉണ്ടാവണം ചുമ്മാ. ഓ പെമ്പിള്ളേർക്ക് മതിയല്ലോ ഈ വകതിരിവ്. ഈ ആറ്റിറ്റ്യൂഡാണ് മാറേണ്ടത്. നീയും കണക്കാ. നീ വണ്ടി സൈഡാക്കി. വകതിരിവ് കാണുമ്പോൾ നീ വണ്ടി സൈഡാക്കി അറിയാം. ഞാൻ എപ്പോഴും നിന്നോട് ചുമ്മാ നീ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എന്താ എന്താ കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല. പേടിക്കണ്ട. ചേട്ടാ ചേട്ടാ കാലം പിടിച്ച് പ്രിയ, നീ പ്രാഞ്ചിനൊന്ന് വിളിച്ചേ. പ്രാഞ്ചി, നീ എവിടെയാ? ഞാൻ നമ്മുടെ തൃശ്ശൂർ ടോളില്ലേ, അതൊക്കെ കഴിഞ്ഞിങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയല്ലേ. എടാ എടാ നമ്മുടെ വണ്ടി ഒന്ന് ആക്സിഡന്റ് ആയി. ആണോ? എന്നിട്ട് കുട്ടാ നീ ആക്സിഡന്റ് ചത്തില്ലേ? എന്റെ ട്രിപ്പ് മുടക്കാനേ ഈ നമ്പർ ഒന്നും പോരാ, വേറെ എന്തെങ്കിലും ഉണ്ടോ ഇട് കുട്ടാ. എടാ പ്രാഞ്ചി, നമ്മുടെ വണ്ടി ഒരാൾ ഇടിച്ചു. ഞാനാ വണ്ടി ഓടിച്ചേ. എന്തുവാടി? എടാ കുറച്ച് കുഴപ്പമാ, ആള് സീരിയസ് ആണെന്ന് തോന്നുന്നു. എടാ നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. ഇല്ല. നിങ്ങൾ എവിടാ ഇപ്പൊ? ഞങ്ങള് കൊടുങ്ങല്ലൂർ റൂട്ടില്. കൊടുങ്ങല്ലൂർ റൂട്ടില് എടാ ചിറ്റേറ്റേറിയില്ലേ? ചിറ്റേറ്റേറ സെന്റ് ആന്റണീസ് പള്ളിയുടെ അടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ട്, ക്രൈസ്റ്റ്. നിങ്ങൾ അങ്ങോട്ട് വിട്ടോ, അതാ സേഫ്. അങ്ങോട്ട് വിട്ടോ. പ്രാഞ്ചി കുഴപ്പാവോ? പ്രിയ, എടി നീ ടെൻഷൻ അടിക്കല്ലേ. അവിടുത്തെ ഡോക്ടറല്ലേ, അതിന്റെ ഫ്രണ്ടാ ഡോക്ടർ ഫിറോസ്. നിങ്ങൾ അവിടെ ചെന്ന് ഫിറോസിനെ കണ്ടാൽ മതി, ഞാൻ ഇപ്പൊ വിളിച്ചു പറയാം കേട്ടോ. ഓക്കെ. നിങ്ങൾ അവിടെ എത്തുമ്പോഴേക്ക് ഞാൻ അയ്യപ്പനെ വിളിച്ചു പറയാം, അവളവിടെ വന്നോളൂ. ഓക്കെ ഓക്കെ.